ഓയിൽ ഷോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? തിങ്ക് ഓഫ് എ സിറ്റുവേഷൻ വേർ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ എല്ലാം വില 20-30-40% മുകളിലോട്ട് പോകും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഡബിൾ ആകും, ട്രിപ്പിൾ ആകും. ഐ തിങ്ക് ഇറ്റ് ഇസ് അബൌട്ട് ടു ബിക്കം എ റിയാലിറ്റി. ഓയിൽ ഷോക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഓയിലിനെ കുറിച്ച് അറിയണം. നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഈ കറുത്ത ദ്രാവകം ഇസ് നോട്ട് ജസ്റ്റ് ഓയിൽ, ഇറ്റ്സ് എ ലൈഫ് ബ്ലഡ് ഓഫ് ഗ്ലോബൽ എക്കോണമി എന്ന് വേണേൽ പറയാം. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും ഈ ക്രൂഡ് ഓയിലിന്റെ പ്രസൻസ് ഉണ്ട്. നമ്മൾ കയ്യിൽ കെട്ടിരിക്കുന്ന വാച്ചാവാം, കാലിലിട്ടേക്കുന്ന ചെരുപ്പാകാം, നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ ആകാം, വണ്ടിയിലടിക്കുന്ന പെട്രോൾ, ഡീസൽ, എഞ്ചിൻ ഓയിൽ, നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, മരുന്നുകൾ, ഇതിലെല്ലാത്തിലും ക്രൂഡ് ഓയിലിന്റെ പ്രസൻസ് ഉണ്ട്. ക്രൂഡ് ഓയിലിന്റെ റിഫൈനിങ്ങിനെ പറ്റി ഒരു റഫ് ഐഡിയ കിട്ടാനായിട്ട് തിങ്ക് ഓഫ് ഇറ്റ് ദിസ് വേ. ക്രൂഡ് ഓയിലിന്റെ പല കമ്പോണൻസിനും ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റുകളാണ്. അപ്പോൾ ക്രൂഡ് ഓയിലിനെ പല ടെമ്പറേച്ചറുകളിൽ ചൂടാക്കുമ്പോൾ വരുന്ന വേപ്പറുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ നമുക്ക് ജെറ്റ് ഫ്യൂവൽ, പെട്രോൾ, ഡീസൽ ഈ വക സാധനങ്ങളൊക്കെ കിട്ടും. ഇനി ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് ക്രൂഡ് ഓയിലിന്റെ പ്രോപ്പർട്ടീസിൽ വ്യത്യാസം വരും. അതായത് വേൾഡ്സ് ലാർജസ്റ്റ് റിസർവ് ആയിട്ടുള്ള വെനിസ്വേലയിൽ നിന്നും എടുക്കുന്ന ഓയിൽ കൂടുതൽ ഡെൻസർ ആണ്, ഹൈലി ഇംപ്യൂരിറ്റീസ് ഉള്ളതാണ്. വേറാസ് മിഡിൽ ഈസ്റ്റിൽ നിന്നും എടുക്കുന്ന ഓയിൽ മച്ച് മോർ ലൈറ്റർ ആണ്, ഈസിയർ ടു ഹാൻഡിൽ ആണ്. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ചും ഇംപ്യൂരിറ്റീസ് കൂടുന്നതിനനുസരിച്ചും ഹാൻഡ്ലിംഗ് പ്രോസസ്സും ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. ഈ ക്രൂഡ് ഓയിൽ ക്യാരി ചെയ്തുകൊണ്ട് വന്ന കപ്പലുകൾ വളരെ വെയിറ്റ് ഉള്ളതായതുകൊണ്ട് ഇറ്റ് മൂവ്സ് വെരി സ്ലോലി. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ഇറ്റ് ടേക്സ് നിയർലി 2 to 3 weeks ഫോർ എ കപ്പൽ ടു റീച്ച് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. ഇനി ഒരു നോർമൽ ഡേ ആലോചിച്ച് നോക്ക്. എല്ലാ ഓയിൽ സോഴ്സസിൽ നിന്നും പോകുന്ന കപ്പലുകൾ കൃത്യമായി റിഫൈനറീസിൽ എത്തുന്നു, അത് അവിടുന്ന് റിഫൈൻ ചെയ്യപ്പെടുന്നു, പെട്രോളിയം പ്രോഡക്ട്സ് ആളുകൾ മേടിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആൻഡ് ഓൾ ഓഫ് എ സഡൻ US ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, ഇറാൻ US അറ്റാക്ക് ചെയ്യുന്നു, ഇറാൻ GCCനെ അറ്റാക്ക് ചെയ്യുന്നു. നമുക്ക് തൽക്കാലം ആ വഴിക്ക് പോകണ്ട. US ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ക്ലോസ്ഡ് ആവുന്നു. പക്ഷെ ക്രൂഡ് ഓയിലിന്റെ ഡിമാൻഡ് ഇല്ലാതാവുന്നില്ല, സപ്ലൈ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. സോ ബാക്കിയുള്ള ക്രൂഡ് ഓയിലിന്റെ വില മുകളിലോട്ട് പോകുന്നു. നമ്മൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് പെട്രോളിന്റെ ഡീസലിന്റെ വില മുകളിലോട്ട് പോകുന്നതായിട്ട് മാത്രം കണ്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം നടക്കുന്നു, ഇത് നമ്മളെ അധികം രീതിയിൽ അഫക്റ്റ് ചെയ്യില്ല എന്നൊരു തോന്നലുണ്ട്. കാരണം ഇത്രയും കാലമായിട്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ദ റിയാലിറ്റി ഈസ് ഈ വാർ ഒരു ഫൈനൈറ്റ് വാർ അല്ല. കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് വെച്ചിട്ട് 2 രാജ്യങ്ങൾ മാത്രം യുദ്ധം ചെയ്ത് 2-ൽ ഒരാൾ തോൽക്കുന്ന ഒരു യുദ്ധമല്ല ഇത്. ഇതിന്റെ എഫക്റ്റ് എല്ലാ നാടുകളിലോട്ടും എത്തും. ആൻഡ് ആ എഫക്റ്റ് എല്ലാ നാടുകളിലോട്ടും എത്താൻ കുറച്ച് സമയമെടുക്കും. ഇതാണ് ആ സമയം. ഒരു പരിധി വരെ ക്രൂഡ് ഓയിലിന്റെ വില മുകളിലോട്ട് പോയിരിക്കുന്നത് US നല്ലതാണ്. കാരണം US നെറ്റ് എക്സ്പോർട്ടർ ആയതുകൊണ്ട് അവർക്ക് ഹയർ പ്രൈസിൽ ക്രൂഡ് ഓയിൽ സെല് ചെയ്യാനും പറ്റും, കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. പക്ഷെ ഗ്ലോബലി ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറേ കാലം മുകളിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളുടെയും വില കൂടുകയും ആ ഇൻഫ്ലേഷൻ നിലവിൽ സെൻസിറ്റീവ് ആയിരിക്കുന്ന US എക്കണോമിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രംപിനെ പോലെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രംപ് ഇറാനിയൻ ആൻഡ് റഷ്യൻ ഓയിൽസിൽ ഉണ്ടായിരുന്ന സാങ്ഷൻസ് എടുത്തു കളഞ്ഞു, സോ ദാറ്റ് മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ ഓയിൽ മേടിക്കാൻ പറ്റും. ബട്ട് അത് മുന്നേ പറഞ്ഞാൽ 20% ഗ്യാപ്പ് ഫില്ല് ചെയ്യത്തില്ല. കാരണം ആ ഓയിൽ മുന്നേ ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഷാഡോ ഫ്ലീറ്റിൽ സെല് ചെയ്തുകൊണ്ടിരുന്ന ഇറാനിയൻ ആൻഡ് റഷ്യൻ ഓയിൽ ഇനി പകൽ വെളിച്ചത്തിൽ സെല് ചെയ്യാന്ന് മാത്രം. ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ, യുദ്ധം എത്രയും വേഗം അവസാനിക്കാം. പക്ഷെ യുദ്ധം എത്രയും വേഗം അവസാനിച്ചാലും കാര്യങ്ങളെല്ലാം പഴയ പോലെ ആവുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമുസിലെല്ലാം കുറെ മൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ആദ്യം ക്ലിയർ ചെയ്യണം. ഇറാന്റെ ത്രെറ്റ് ഉള്ളിടത്തോളം കാലം ഇൻഷുറൻസ് കമ്പനികൾ ഈ കപ്പലുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ മടിക്കും, കപ്പലുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ക്രോസ് ചെയ്യാൻ മടിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനാണ് ഗ്ലോബൽ എക്കോണമിനെക്കാട്ടും വലുത്. ഇനി ഇതിനെല്ലാത്തിനും പുറമെ അവർ നശിപ്പിച്ച LNG പ്ലാന്റുകളും ഓയിൽ പ്ലാന്റുകളും എല്ലാം തിരിച്ച് പഴയ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മന്ത്സ് ഓർ ഇയേഴ്സ്. ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു, നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റിഫൈനറീസിൽ വെച്ചിട്ട് ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുന്നു, പെട്രോളിയം പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു, സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യുന്നു, ബാക്കി എക്സ്പോർട്ട് ചെയ്യുന്നു. വേറാസ് ന്യൂസിലാൻഡ് പോലെ ഒരു രാജ്യം ക്രൂഡ് ഓയിലുമായി ഡയറക്ട്ലി ഡീൽ ചെയ്യാണ്ട് സിംഗപ്പൂരിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നും ഓൺലി റിഫൈൻഡ് ഓയിൽ പ്രൊഡക്ട്സ് വാങ്ങുന്നു. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. സ്ട്രേറ്റ് ഓഫ് ഹോർമുസിൽ നിന്നും ഒരു കപ്പൽ അതിന്റെ ഡെസ്റ്റിനേഷനിലെത്താൻ 2 to 3 weeks സമയമെടുക്കും. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സ്ട്രേറ്റ് ഓഫ് ഹോർമുസിൽ നിന്നും വിട്ട അവസാനത്തെ കപ്പൽ ന്യൂസിലൻഡിലോട്ട് വരാനുള്ള ഓയിലുമായി വരുന്നതായിരുന്നു എന്ന് കൺസിഡർ ചെയ്യുക. അതായത് ആ കപ്പൽ അവിടെ നിന്ന് 2 to 3 weeksനുള്ളിൽ സിംഗപ്പൂർ എത്തും, അവിടെ നിന്ന് റിഫൈൻഡ് ഓയിൽ പ്രൊഡക്ട്സ് അനദർ 2 to 3 weeksനുള്ളിൽ ന്യൂസിലൻഡിലെത്തും. അതായത് തിയറിറ്റിക്കലി അടുത്ത 6 ആഴ്ചത്തേക്ക് സപ്ലൈ മുടങ്ങത്തില്ല എന്ന അർത്ഥം. പക്ഷേ ഇൻ റിയാലിറ്റി അത് അങ്ങനെയല്ല. ഇത്രയും വലിയൊരു സപ്ലൈ സ്റ്റക്ക് ആകുമ്പോൾ ഓയിൽ റിഫൈൻ ചെയ്യുന്ന രാജ്യങ്ങളും അത് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും അവരുടെ എക്സ്പോർട്ട്സ് ടൈറ്റൻ ചെയ്യും. അവർ ഹൈ കൺസംഷൻ കൺട്രീസിനെ പ്രയോറിറ്റൈസ് ചെയ്യും, ഗ്ലോബൽ എക്കോണമിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യും, സ്വന്തം രാജ്യത്തിന് വേണ്ടി മാക്സിമം മാറ്റിവെക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പം ന്യൂസിലൻഡ് പോലുള്ള കൊച്ചു രാജ്യങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ താഴെ വരാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ മുൻപ് എവറി 2 to 3 days റിഫൈൻഡ് ഓയിൽ പ്രൊഡക്ട്സിന്റെ ഓരോ ഷിപ്മെന്റ് ന്യൂസിലൻഡിൽ വരാറുണ്ടായിരുന്നെങ്കിൽ ഇനി അത് 4 to 5 days അല്ലെങ്കിൽ 5 to 6 days ആയിട്ട് മാറും എന്നർത്ഥം. അപ്പൊ ഇത്തരം ഗ്യാപ്പ് വരുമ്പോൾ ന്യൂസിലൻഡിന്റെ എക്കോണമിനെ ബാധിക്കാത്ത രീതിയിൽ ഗവൺമെന്റ് അത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള റിസർവ്സിനെ നമുക്ക് ഈ ഗ്യാപ്പുകളിൽ യൂസ് ചെയ്യാൻ പറ്റും.
But at some point, we will run out of those reserves. അപ്പോൾ ഇമാജിൻ എ സിറ്റുവേഷൻ വേർ ന്യൂസിലൻഡിലോട്ട് വരുന്ന ഷിപ്മെന്റിന്റെ ഗ്യാപ്പും ഭയങ്കരമായിട്ട് കൂടുന്നു, ഇവിടെയുള്ള റിസർവ്സും ഭയങ്കരമായിട്ട് കുറയുന്നു. ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഹാപ്പനിങ് ഡിപ്പെൻഡ്സ് ഓൺ എത്ര കാലം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടച്ചിട്ടിരിക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് തുറന്നാലും ഇനി പഴയ പോലെ ആവാൻ അത്ര എളുപ്പമല്ല. ഇനി മുന്നേ പറഞ്ഞ സിംഗപ്പൂരും സൗത്ത് കൊറിയയിലുള്ള റിഫൈനറീസ് മറ്റ് സോഴ്സസിൽ നിന്ന് ഓയിൽ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ലൈക്ക് ഐ സെഡ് ബിഫോർ, ഓയിലിന്റെ പ്രോപ്പർട്ടീസ് ഡിഫർ ചെയ്യും. സോ അതിന്റെ ഹാൻഡ്ലിംഗ് മാറും, റീകാലിബ്രേഷൻ ചെയ്യേണ്ടതായിട്ട് വരും, എഫിഷ്യൻസി കുറയും. സോ പഴയ പോലെ പ്രൊഡക്ഷൻ നടക്കത്തില്ല എന്നർത്ഥം. ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് കുറച്ചുകൂടെ ബഫർ ഉണ്ട്. ഗവൺമെന്റ് പറയുന്ന 60 ദിവസത്തേക്കുള്ള റിസർവ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന്. അറ്റ് ദ സെയിം ടൈം നമ്മൾ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ഓയിലും കൂടെ പിടിച്ചെടുക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ആ ഒരു ഗ്യാപ്പ് ഫുള്ളി ഫിൽ ആവത്തില്ലെങ്കിലും അപ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അർത്ഥം. ഓയിലിന്റെ പ്രൈസ് കൂടുമ്പോൾ സാധനങ്ങളുടെ വില കൂടും, ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ് കൂടും. ഈ കോസ്റ്റ് എല്ലാം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾ കൺസ്യൂമേഴ്സിലേക്ക് ആ കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പെടും. ഹൈലി ഇമ്പോർട്ട് ഡിപെൻഡന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ ക്രൂഡ് ഓയിലോ റിഫൈൻഡ് ഓയിൽ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ മറ്റ് ബേസിക് കാര്യങ്ങളോ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്യാഷ് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. വിച്ച് മീൻസ് ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിസിനസ്സുകളിലോട്ടും പ്രൊജക്ട്സുകളിലോട്ടും മാറ്റി വെക്കുന്ന ക്യാഷ് കുറയും. വിച്ച് മീൻസ് ബിസിനസ്സുകൾ സ്ലോ ആകും, പല ആളുകൾക്കും തൊഴിൽ നഷ്ടപ്പെടും. ഒരാളുടെ ഇൻകം ഇല്ലാണ്ടാവുമ്പോൾ അയാളുടെ സ്പെൻഡിങ് കുറയ്ക്കും. ഒരാളുടെ സ്പെൻഡിങ് ആണ് മറ്റൊരാളുടെ ഇൻകം. അങ്ങനെയുള്ളപ്പോൾ മറ്റൊരാളുടെ ഇൻകവും അവിടെ അഫക്റ്റഡ് ആയി, അയാളുടെയും സ്പെൻഡിങ് കുറഞ്ഞു, ആൻഡ് അയാളെ റിലേ ചെയ്തിരുന്ന മറ്റൊരാളുടെയും ഇൻകം ഇല്ലാണ്ടായി. This is a vicious cycle which spirals down, and that's what we call a recession. ഇതേ കാര്യം രാജ്യങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കും. ന്യൂസിലൻഡ് പോലെ ഒരു രാജ്യം ഇമ്പോർട്ട്സ് കുറച്ചു കഴിഞ്ഞാൽ ന്യൂസിലൻഡിലോട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് ഇൻകം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തിന്റെ ഇൻകവും ഇല്ലാണ്ടാവും. വിച്ച് മീൻസ് അത് അങ്ങനെയും കണ്ടിന്യൂ ചെയ്യും, ആൻഡ് ദാറ്റ്സ് വാട്ട് വി കോൾ എ ഗ്ലോബൽ റിസഷൻ. ഇത് ഞാൻ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ദിസ് ഇസ് എ ട്രൂത്ത്. ഇനി ഇത് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല. കാരണം പേടിച്ചാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല.